നമസ്കാരം. ഇപ്പോഴുള്ള വഖഫിന്റെ ഭൂമി കയ്യേറ്റം ബി.ജെ.പി. ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമേ അല്ല. മുനമ്പത്തും മറ്റുമെല്ലാം ബി.ജെ.പി. നേതാക്കൾ പിന്തുണയും അറിയിച്ച കാര്യം തന്നെയാണ്. എ.ബി.വി.പി. അടക്കം വഖഫിന്റെ അനധികൃത കയ്യേറ്റത്തിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ടായിരുന്നു. ഇത്രയും നാൾ കരമടച്ചും മറ്റ് നിയമങ്ങൾ പാലിച്ചും ജനങ്ങൾ താമസിച്ച പ്രദേശത്തിന്റെ അവകാശം പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം വന്നാൽ സ്ഥലം മുഴുവൻ കൈക്കലാക്കാം എന്നത് വഖഫ് ബോർഡിന്റെ വ്യാമോഹം മാത്രമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബി.ജെ.പി. ഇപ്പോൾ ഉള്ളത്. മുനമ്പത്തെ വഖഫ് സമരം ഒറ്റപ്പെട്ടതല്ല എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാരണാസിയിൽ 115 വർഷത്തെ പാരമ്പര്യമുള്ള കോളേജിന്മേൽ അവകാശവാദം ഉന്നയിച്ച് ലക്നൗ വഖഫ് ബോർഡ് രംഗത്ത് എത്തിയതോടെയാണ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. വാരണാസിയിലെ പുരാതനമായ ഉദയ് പ്രതാപ് കോളേജിന്മേലാണ് അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചത്. അതിനെതിരെ ഇന്നലെ ഹനുമാൻ ചാലിസ ചൊല്ലി വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ മുഴങ്ങുകയായിരുന്നു. മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന ഇടം വഖഫിന്റെ സ്ഥലമായി മാറും എന്നുവരെ പറഞ്ഞിരുന്നത് കോൺഗ്രസിന്റെ നേതാവാണ്. ഇത് രാജ്യത്തിന് വളരെയധികം ഭീഷണിയായി തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ലക്നൗ കേന്ദ്രമാക്കിയ യു.പി. സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് കോളേജ് മാനേജ്മെന്റിന് 2018 ആദ്യം നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് കോളേജ് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും നോട്ടീസ് നൽകിയതോടെയാണ് വിദ്യാർത്ഥികൾ സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. ക്യാമ്പസിൽ ഒരു ഖബറുണ്ട്. ഇത് പള്ളിയാണെന്നും അതിനാൽ വഖഫ് ഭൂമിയാണെന്നും ഒക്കെയാണ് വഖഫ് ബോർഡ് പറയുന്നത്. തർക്കസ്ഥലത്ത് പള്ളിയല്ല ശവകുടീരമാണ് എന്നുള്ളത് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടും വഖഫ് അവകാശവാദം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നൂറ്റാണ്ട് മുമ്പ് കോളേജിനെ വിട്ടുവെത്തുന്ന സ്ഥലത്തെ ഖബറാണ് ഇതെന്നും ഇവിടെ യാതൊരു ആരാധനയും നടക്കാറില്ല എന്നും കോളേജ് അധികൃതർ വ്യക്തമാക്കിയ കാര്യമാണ്. എന്നിരുന്നാലും അതൊന്നും കൂട്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല. വഖഫ് ഭേദഗതി ബില്ല് അവതരണം കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അത് പലരെയും ഞെട്ടിക്കുകയായിരുന്നു ചെയ്തത്. ബി.ജെ.പി. പ്രവർത്തകർ അടക്കം അതിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ബിൽ അവതരണം മാറ്റിവെച്ചത് എന്ന് ചോദിച്ചാൽ ബിൽ പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം ബി.ജെ.പിക്ക് ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം. ബില്ല് അവതരിപ്പിക്കപ്പെട്ടാൽ എൻ.ഡി.എ മുന്നണിയെ പിന്തുണയ്ക്കുന്ന തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡു വിഭാഗം എതിർത്ത് വോട്ട് ചെയ്യുമെന്നും അത് ചിലപ്പോൾ ചന്ദ്രബാബു നായിഡു മുന്നണി വിടാൻ കാരണമാകുമെന്നും മോദിക്ക് തന്നെ വളരെ വ്യക്തമായി അറിയാം. വാരണാസിയിലെ കോളേജ് അങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. വഖഫ് ബോർഡിന്റെ അവകാശവാദം നിരസിച്ച യു.പി. കോളേജ് ഭരണസമിതി 1909 ട്രസ്റ്റ് ഭൂമി ഏറ്റെടുത്തതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും യു.പിയിലും മധ്യപ്രദേശിലും ഒക്കെ 100 കണക്കിന് കേസുകളാണ് ഇപ്പോൾ വഖഫിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ നിയമമാകുന്നതിന് മുമ്പ് പരമാവധി ഭൂമിയുടെ രേഖകളിൽ വഖഫിന്റെ പേര് ഉൾപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കം രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടകയിലെ വിജയപുര. ഇവിടെ കൃഷിഭൂമി ഒറ്റ രാത്രി കൊണ്ട് വഖഫിന്റെ പേരിലാക്കിയതിന് തെളിവുകളാണ് പുറത്തു വന്നിരുന്നത്. വിജയപുരയിലെ ഹാൻഡ്വേഡിൽ കർഷകരുടെ 1500 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കണമെന്ന് സർക്കാർ നോട്ടീസ് നൽകിയതിനെതിരെ സമരം കനക്കുന്നതിനിടെയാണ് റവന്യൂ രേഖകളിൽ വഖഫ് ബോർഡിന്റെ പേര് ചേർത്ത് പുറത്തു വന്നിരുന്നത്. നിലവിൽ 8,70,000 ആസ്തികൾ വഖഫിനുണ്ട്. 10 ലക്ഷത്തോളം ഏക്കർ ഭൂമി കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിലും വ്യക്തതയൊന്നും തന്നെയില്ല. ചില രേഖകളിൽ ഇത് 6 ലക്ഷമാണ്. തങ്ങളുടേതാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് കൊടുത്ത കേസുകൾ കേട്ടാൽ ഞെട്ടിപ്പോകും നമ്മൾ. മുകേഷ് അംബാനി താമസിക്കുന്ന ശതകോടികൾ വിലമതിക്കുന്ന മുംബൈയിലെ ആന്റിലിയ എന്ന കൊട്ടാര സമാനമായ പാർപ്പിട സമുച്ചയത്തിൽ വഖഫ് അവകാശബോധം വന്നിട്ടുണ്ട്. വഖഫ് അവകാശവാദം വന്നിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ തൃച്ചെന്തൂരിലെ 1500 വർഷം പഴക്കമുള്ള ഒരു അമ്പലവും അതിന്റെ സ്വത്തുക്കളുടെ മേലും വഖഫ് ക്ലെയിം വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നിട്ട് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഗുജറാത്തിലെ ദ്വാരകയിലെ 2 ദ്വീപുകളും കേസിൽ തന്നെയാണ്. ഹൈദരാബാദിൽ വിപ്രോയും മൈക്രോസോഫ്റ്റും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വഖഫ് സ്വത്താണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ബാംഗ്ലൂർ ITC ഹോട്ടലിന്റെ പേരിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ബുറാൻപൂരിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിച്ചു വരുന്ന കോടികൾ വിലമതിക്കുന്ന സ്മാരകങ്ങളുടെ പേരിലും വഖഫിന്റെ അവകാശവാദം വന്നിട്ടുണ്ട്. ഈ കേസിൽ കീഴ്ക്കോടതിയിൽ വഖഫ് ബോർഡ് തോറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. 2009 വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ 4 ലക്ഷം ഏക്കർ ഭൂമിയിൽ പരന്നു കിടക്കുകയായിരുന്നു. ഇതിപ്പോൾ ഇരട്ടിയിലധികമായി മാറിയിരിക്കുകയാണ്. രാജ്യത്ത് എവിടെ ശ്മശാനത്തിന്റെ അതിർത്തി ഭിത്തി നിർമ്മിച്ചാലും ചുറ്റുമുള്ള ഭൂമി വഖഫ് ബോർഡ് അവരുടെ സ്വത്തായി കണക്കാക്കപ്പെടും. അതുപോലെ അനധികൃത ആരാധനാലയങ്ങളും പള്ളികളും ക്രമേണ വഖഫ് ബോർഡ് അവരുടെ സ്വത്തായി പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ അവർ ഭൂമി കയ്യേറിക്കൊണ്ടേയിരിക്കുകയാണ്.